അച്ഛനിങ്ങനെ കൊയച്ചുണ്ണണം. എന്തായാലും എന്റെ കറി വറ്റിച്ച് വെക്കാനാ പറഞ്ഞു. വഴുണ്ടച്ഛൻ്റെ കരിയാമ്പും പറിച്ചിട്ട. എന്നാ മോളെ കറിയാക്കുന്നേ? കുറച്ച് കരിയാമ്പലിതാ. ഓ അച്ഛനാ, നാരായട്ടൻ നൈറ്റ് കഴിഞ്ഞിരുന്ന കുറച്ച് ചിക്കൻ കൊണ്ടുവന്നില്ല, അത് ഞാൻ കറിയാക്കിയത്. കരിയാമ്പിലില്ല, ഞാൻ അങ്ങോട്ട് പറിക്കാൻ വരാതൊക്കെയാണ്. അപ്പൊ അച്ഛൻ കൊണ്ടുവന്നല്ലേ. നാരായണൻ രാത്രി ഞാൻ ഡ്യൂട്ടിയിലായതിന് ഓൻ കടന്നുറങ്ങിയായിരിക്കും ചെയ്യുന്നത്. വന്നാട് കടന്നു വെച്ചാ 12 ആകുമ്പോ വിളിച്ചാൽ മതിന്ന് പറഞ്ഞേ. പക്ഷെ മീനിന് ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ടാണ് ചിക്കൻ മേടിച്ചത്. ചിക്കൻ പാഴ്സ് മേടിക്കാൻ അവര് പോയി വറ്റിച്ച് വെച്ചോന്നാ പറഞ്ഞു. എന്നിട്ട് അവിടെ കടന്നു പറഞ്ഞു. കുറച്ച് കുരുമുളക് ഇട്ടേക്കട്ടാ, എരിവാവട്ടെ. കുരുമുളക് പൊടി കഴിഞ്ഞു. കുരുമുളക് പൊടിയാത് പാക്കറ്റ് കുരുമുളക് പൊടിയാണ്. ഇന്ന് മഴ കുറവന്നല്ലേ? ഇന്ന് മഴ കുറവന്നെ. മഴ തുടങ്ങുന്നുണ്ടല്ലോ. അതെയാ? പത്രത്ത് കണ്ടല്ല. മഴയുണ്ട് അത്രയാ. അതന്നെ ഓണത്തിന് തകർക്കാൻ വേണ്ടിട്ടായിരിക്കും. അച്ഛാ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇട്ടേക്കാം. ഇത് പിടിച്ചേ നിലക്ക് വെക്കണ്ട. കുറച്ച് പച്ച വെളിച്ചെണ്ണ. അച്ഛൻ നമ്മള് വാവായിന്ന് പറശ്ശിനി പോയിട്ടേ അച്ഛൻ എത്ര ആളാ ചോദിച്ചെന്നറിയാ. അച്ഛൻ എന്താ കൂട്ടായി, അച്ഛൻ എന്താ കൂട്ടായി ചോദിച്ചു. അത് അച്ഛന് കഴിഞ്ഞില്ല പറഞ്ഞു. അമ്മ അച്ഛനെ കൂട്ടിട്ട് കാണായിരുന്നു എന്നെല്ലാം പറഞ്ഞു. കൊറേ ആള് ചോദിച്ചിന്. അമ്മ കുളിച്ചു വെച്ചാ? അമ്മ ഇന്നേ കുളിക്കണ്ട, നാളെ. ഇന്നലെ കുളിച്ചിട്ടില്ലേ? ഞാൻ പോട്ടാ. അവിടെ ഏട്ടനില്ലേ? ഇല്ല. ഇന്ന് പണിക്ക് പോയിന്. ആരുമില്ല, അമ്മച്ചായാലും. കറി അങ്ങോട്ട് കൊണ്ടുവരാട്ടാ. വല്ലപ്പോണ് വഴുതല്ലേ? ജാനകി ബാലൻ തുറന്നിട്ട് ചേട്ടാ പോയിനെ. ഞാൻ ആടിയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ നേരം പെരുന്നാളെ പറ്റി ചെക്കനെ കണ്ടിട്ടില്ലേ? ഞാൻ തമാശ പറഞ്ഞതാണ് ജാനകി. ചെക്കന് രാത്രിയാണ് ഡ്യൂട്ടി ഉണ്ടായിന്, ഓൻ കടന്നുറങ്ങാന്നേ. ഓർക്കോ ഞാൻ പിന്നെ കിടന്നുറങ്ങണ്ടേ, വല്ലാതെ ക്ഷീണായിരിക്കും. ക്ഷീണം തന്നെയായിരിക്കും ജാനകി. നാളെ കറിയെല്ലാം ആക്കുന്നത്. ചെക്കൻ വരുമ്പോ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നേ, അത് കറിയാക്കിയാന്നോണ്ട്. ഓ ചിക്കൻ കറിയാന്ന് എന്നാ മീൻ കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് കഞ്ഞീന്റെ വെള്ളത്തെ കുടിക്കാൻ വേണ. കുറച്ച് നേരത്തെ ഞങ്ങൾ കഞ്ഞീന്റെ വെള്ളം തന്നത്, കുടിച്ചോണ്ടിരിക്കാൻ കഴിയാ. വെള്ളം ഇടക്കിടക്കെല്ലാം കുടിക്കണം ജാനകി. അല്ലപ്പ ഇപ്പഴേ ചോറ് വയ്ക്കുന്നില്ലേ? കുറച്ച് നേരം കഴിയട്ടെ, എന്നിട്ട് ചോറ് വയ്ക്കാം. 1 മണിയാവുന്നത്രേ. അല്ലെ ഒന്നരക്ക് കൃത്യല്ലേ കഴിക്കൂലും. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി തരാം. എനക്ക് വിശക്കുന്നൊന്നുമില്ല, ഒപ്പര തന്നെ കഴിക്കാം. വറ്റിച്ച് വെക്കാൻ വേണ്ടി വറ്റി പോയിട്ടോ. കഷ്ണം എടുക്കട്ടെ. ഏട്ടയുടെ നിങ്ങൾ കറിയാക്കിയിട്ടുണ്ടാവും. ചിക്കനെല്ലാം അച്ഛന് ഇപ്പൊ അത്രേ കൂട്ടില്ലു. വയറ്റില് അച്ഛന് സുഖമില്ലാത്തോണ്ട്. എന്നാ പിന്നെ വേഗം കൊണ്ടു കൊടുത്തിട്ട് വരാം. അച്ഛൻ വാ, ചോറ് കഴിക്കാല. ഞാൻ വിളമ്പിത്തരാവാ. 1:30. നാരാട്ടം കഴിക്കണം. എത്ര നിങ്ങക്ക് തന്നിട്ട് പോയിട്ട് വിളമ്പി കൊടുക്കവാ. വാമേ. അമ്മ കൈ കഴുകുമ്പോണോ? അമ്മ ഇവിടെന്നാ അറിയാക്കിനി? പയററിയാ വേണമെങ്കിൽ തരേ. കുറച്ച് മതി. ഇത്ര എടുത്തിന്. അയ്യ അത്രയില്ലൊന്ന് ഇരട്ടിയതാണ്. അമ്മ ചാറാക്കിട്ടൊന്നുമില്ല, വറ്റിച്ച് വെക്കാൻ പറഞ്ഞു. പയറ് വറവാണ്. ചാറില്ല, എന്റെ രസമില്ല.
രസമുണ്ട് സാറുണ്ടായ കുറച്ച് കൊള്ളാമേ. അതെല്ലേ. ഉം. എനിക്ക് ഇങ്ങനെയല്ല. അമ്മക്ക് എങ്ങനെയാണ് ഇഷ്ടം? അച്ഛൻ ഇങ്ങനെ കുഴച്ചുണ്ണണം, അതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് തിന്നണം. ആ പയറേറി എടുത്തോ, കൂട്ടറ പയറേറി. ഞാൻ നാരാട്ടിന് പോയിട്ട് ചോറ് കൊടുക്കട്ടെ, ഈ പാത്രം കൂട്ടെടുക്കും കേട്ടാ. ചാടിയൊന്നുമില്ല, എല്ലാം തിന്നണം കേട്ടാ. ഇങ്ങൊന്ന് വന്നിനാണെന്ന് എനിക്ക് ഇതാവും. എന്നാ പിന്നെ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാൻ ലതയുടെ ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ട്. രസം ഉണ്ടാവട്ടെ. അച്ഛൻ നമുക്ക് കൊണ്ട് കൊടുത്തില്ലേ? കഴിച്ചു അവര്. അപ്പൊ അച്ഛനമ്മയും ചോറിനും കഴിച്ചു. അപ്പൊ നമ്മയും കഴിക്കലായി. അപ്പൊ ഇന്നത്തെ കറി എന്തെല്ലാം നോക്കട്ടെ. ചിക്കൻ വരട്ടിയത്, പിന്നെ കോട്ടപ്പയറ്, ഉപ്പിട്ട മാങ്ങ. അച്ഛൻ അവിടുന്ന് ഇവള് വാങ്ങിക്കൊണ്ടുവന്നേ കേട്ടോ. ഉപ്പിട്ട വാങ്ങി എന്താ ഏർത്തിയിലെ പയറ് കറി അല്ലേ, മമ്പയർ കറിയുണ്ട്. അത് രണ്ട് ഇവള് വാങ്ങിക്കൊണ്ടുവന്നതാണ്. എന്നാ പിന്നെ കഴിച്ചോ ആദ്യം ഞാൻ എടുത്തോ. കറി വെച്ചക്കണേ, വേറെ കറിയൊന്നും ഇല്ലാതെ ആക്കിയിട്ട. വെറും ചിക്കനെ കൊണ്ട് ഒപ്പിച്ചു. ചിക്കൻ വരട്ടിനെ കൊണ്ട്. അത് ഞാൻ വന്നാട് വരട്ടി ആക്കിയാൽ മതി പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ചാറാക്കിയിട്ട. എന്റെ ചിക്കൻ നോക്കറ. ഇത് പഴുത്ത വാങ്ങിയാണ് കേട്ടോ. ഉപ്പിട്ട പഴുത്ത. ഇത് നോക്കീനാ അതന്നെ കുറഞ്ഞു പോയി. നീ അതിൽ പറക്കി പറക്കി തിന്നിട്ട്. നമ്മ വീട്ടമ്മമാരുണ്ടല്ലോ, അങ്ങനെ പറക്കി പറക്കൊന്നും തിന്നൂലേ? ഒരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് എരിവുണ്ടോ പുളിയുണ്ടോ അല്ല. അത് മുമ്പത്തെ വീട്ടമ്മമാർ. ഇപ്പോഴത്തെ വീട്ടമ്മമാർ അങ്ങനെ മുമ്പത്തേനെക്കാട്ടും ഇപ്പോഴത്തെ വീട്ടന്മാരെ സൂപ്പർ. ആയിക്കോട്ടെ. അതുകൊണ്ട് മടങ്ങ കൊടുത്തു. ചിക്കൻ നോക്കറ. ഇതിന്റെ ചിക്കൻ എന്തുണ്ട് നോക്കിയാ? ചിക്കൻ നോക്കിയല്ലേ? ഇത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. പഴുത്ത മാങ്ങ അമ്മ ഉപ്പിട്ട് വെച്ചതാണ്. അന്നേരം കുറെ മാങ്ങയിടേ, അവർ കളഞ്ഞിട്ട. ഇത് നല്ല ഉപ്പിൽ ഇട്ട് വെച്ചു. നമ്മ മുറിച്ച് തന്നു, അമ്മയുടെ ഉപ്പിലിട്ട് വെച്ചു. അതുകൊണ്ട് നമുക്കും കൂടി ഇപ്പം ആയി ഉപകാരമായി അല്ലേ. അശ്വിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ കേട്ടാ. കുറേ ഉണ്ട്. കുറച്ച് കാന്താരി പറിച്ചിട്ടുണ്ട്. അത് നമ്മളെ കാന്താരി ചെറുപയറിൽ നല്ല മമ്പയറാണ്. മമ്പയറിലൊന്ന് നേടുക. കുറച്ച് മമ്പയർ. അടുത്ത നല്ല കറിയാണ് കേട്ടോ. നമ്മൾ നട്ടുണ്ടാക്കി പറഞ്ഞാണ്. അതുകൊണ്ട് ധൈര്യത്തെ കടിച്ച് തിന്നാം. മധുരവും പുളിയും ഉപ്പും എരിവും. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ നല്ലതാ പറഞ്ഞില്ലേ. ഒരു നുള്ളും കൂടെ കുരുമുളക് ഇടായിരുന്നു. അധികം എരിവാക്കിക്കൂടാ, അച്ഛനോടിക്കൂടാ. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ.